Good morning, students. In last class, we were discussing the topic rank of a matrix, and today we are going to do some problems related to rank of matrices. Okay, the first question is find rank of the matrix A, and the elements are 1, 2, 3, 2, 4, 6, and 4, 8, 12. Students, here we have matrix A. We have to find the rank of matrix A. ഒരു മാട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ നോൺ സീറോ ആണെങ്കിൽ ആ മാട്രിക്സിൻ്റെ ഓർഡർ എത്രയാണോ അതായിരിക്കും ആ മാട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഹിയർ മാട്രിക്സ് എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഈ മാട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3/3 ആണ് അല്ലേ? 3/3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 എന്ന് പറയാം. ഇനി ഈ മാട്രിക്സിന്റെ കേസിൽ നമ്മൾ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ നോൺ സീറോ ആണെങ്കിൽ ഈ മാട്രിക്സിന്റെ റാങ്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി അതല്ല, ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആണ് വരുന്നത് എങ്കിൽ ഈ മാട്രിക്സിൻ്റെ സെക്കൻഡ് ഓർഡർ മാട്രിക്സ്, എത്ര സെക്കൻഡ് ഓർഡർ മാട്രിക്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സെക്കൻഡ് ഓർഡർ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്ത് ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ എത്രയെന്നുള്ളത് നോക്കുക. ദെൻ ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ മാട്രിക്സിൻ്റെ റാങ്ക് എത്രയായിരിക്കും? 1 ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 അല്ല എങ്കിൽ ആ മാട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും? അതായത് ഈ മാട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം ഈ ഓർഡർ 3 വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് വാല്യൂ എത്ര വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. നമ്മൾ മാട്രിക്സ് എയുടെ ഡിറ്റർമിനൻറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ട് ചെയ്യാൻ ഒന്നുമില്ല, നമ്മൾ ബ്രാക്കറ്റ് മാറ്റി 2 ലൈൻസ് കൊടുത്താൽ മതി. സോ നമുക്ക് ഡിറ്റർമിനൻറ്റ് എ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഡിറ്റർമിനൻറ്റ് എ നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണെങ്കിലും പറയാം. ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ എലമെൻസും ആ എലമെൻസിൻ്റെ മൈനേഴ്സുമാണ് കൺസ്ട്രക്ട് ചെയ്യുക. സോ ഈ കേസിൽ എലമെൻറ്റ്സ് വരുന്നത് 1, 2, 3. ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? 1. ദെൻ 1ൻ്റെ മൈനർ എത്രയാണ്? 1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്യുക. റിമൈനിങ് എലമെൻറ്റ്സ് ദാറ്റ് ഈസ് 4, 6, 8, 12. ദെൻ നെക്സ്റ്റ് കൊടുക്കേണ്ട സൈൻ ഏതാണ്? മൈനസ്. എപ്പോഴും ഓർക്കുക, പ്ലസ് മൈനസ്. ഇനി അടുത്തത് വരുമ്പോൾ പ്ലസ് മൈനസ് കൊടുത്തു. സെക്കൻഡ് എലമെന്റ് ഏതാണ്? 2. ദെൻ 2യുടെ മൈനർ എന്ന് പറയുന്നത് എന്താ? 2 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്യുക. റിമൈനിങ് എലമെന്റ്സ് ദാറ്റ് ഈസ് 2, 6, 4, 12. ദെൻ തേർഡ് എലമെന്റ് ഏതാണ്? 3. ഇവിടെ കൊടുക്കേണ്ട സൈൻ ഏതാണ്? പ്ലസ്. 3 ഇൻറ്റു 3യുടെ മൈനർ ഏതാ വരുന്നത്? 2, 4, 4, 8. ദാറ്റ് ഈസ് ഈക്വൽ 1 ഇൻറ്റു, നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം സെക്കൻഡ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് നമ്മളിവിടെ ഒരു ഫോർമുലയാണ് അപ്ലൈ ചെയ്യുക. എ ഡി മൈനസ് ബി സി. എ ബി സി ഡി ഇതാണ് പൊസിഷൻ. എ ഡി മൈനസ് ബി സി. സോ 4 ഇൻറ്റു 12 48 മൈനസ് 6 ഇൻറ്റു 8 48. ദെൻ -2 എടുത്ത് എഴുതാം. -2 ഇൻറ്റു 2 into 12 24 minus 6 into 4 24 plus 3 into 2 into 8 16 minus 4 into 4 16. Then 1 into 48 minus 48 എത്രയാ വരാം? 0 മൈനസ് 2 ഇൻറ്റു 24 മൈനസ് 24 എത്രയാ വരിക? 0 പ്ലസ് 3 ഇൻറ്റു 16 minus 16
again 0. That is equals 1 into 0, 0. Minus 2 into 0, 0. 3 into 0, 0. So, determinant A equals 0. So, നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? Rank of matrix A is not 3. അല്ലേ? അതായത് ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ് വരുന്നത് എങ്കിൽ ഈ കേസിൽ റാങ്ക് എന്ത് വരില്ല? ആ മാട്രിക്സിന്റെ ഓർഡറിന് ഈക്വൽ ആകില്ല, അതായത് 3 ആകില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ മാട്രിക്സിന്റെ എല്ലാ സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻസും ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ഡിറ്റർമിനന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് 0 ആണോ നോൺ 0 ആണോ വരുന്നത് എന്നുള്ളത് നോക്കാം. സ്റ്റുഡൻസ്, next we have to construct all second order matrices of matrix A. ഈ മാട്രിക്സ് എയുടെ എല്ലാ സെക്കൻഡ് ഓർഡർ മാട്രിക്സും കൺസ്ട്രക്ട് ചെയ്യണം. ദെൻ ആ മാട്രിക്സിന്റെ എല്ലാം തന്നെ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം മാട്രിക്സസ് ഏതൊക്കെയാ എന്നുള്ളത്. ഞാൻ മാട്രിക്സ് അല്ല, ഡയറക്റ്റ് ഡിറ്റർമിനന്റ് കൺസ്ട്രക്ട് ചെയ്യാണ്. സോ ഏതൊക്കെയാ വരിക? ഓർഡർ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം കേട്ടോ. 1 2 2 4. Then second ഏതാ നെക്സ്റ്റ് വരിക? 2 3 4 6. നെക്സ്റ്റ് ഏതായിരിക്കും വരിക? 2 4 4 8. Then 4 6 8 12. ചിൽഡ്രൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്യണം. ഈ റോ വൈസ് ആയി തന്നെ വേണം നമ്മൾ ഡിറ്റർമിനൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഒന്നിച്ചിട്ടാണ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഇതാണ്. ഈ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെയാ വരിക? ഈ കേസിൽ ഡിറ്റർമിനന്റ് ഓർഡർ 2 ആണ്. സോ എ ഡി മൈനസ് ബി സി ആണ്. നമുക്കറിയാം എ ബി സി ഡി ഇങ്ങനെയാണ് പൊസിഷൻ വരിക. സോ എ ഡി മൈനസ് ബി സി ആണ് അല്ലേ? ഈ കേസിൽ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ആദ്യം എയുടെ പൊസിഷനിൽ വരുന്നത് 1 ആണ്. 1 into 4 4 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ എപ്പോഴും ഏത് സൈനാ വരിക? മൈനസ് 2 into 2 4. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിറ്റർമിനന്റ് കൺസിഡർ ചെയ്യണം. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ 3 ഓർഡർ 4 ആ കേസിൽ ചെയ്തതുപോലെയാണ് വേണ്ടത്. അതായത് ഒന്നിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ വരുന്നത് പ്ലസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. സോ നെക്സ്റ്റ് ഇവിടെ ഏതാ വരിക? മൈനസ്. അതെപ്പോഴും അങ്ങനെയാണ്. ഫസ്റ്റത്തെ വാല്യൂയുടെ സൈൻ എപ്പോഴും പ്ലസ് ആയിരിക്കും, ദെൻ മൈനസ്. ഇനി അടുത്തതിൻ്റെ എന്തായിരിക്കും? പ്ലസ്. ദെൻ 2 into 6 12 മൈനസ് 3 into 4 12. നെക്സ്റ്റ് വരുന്ന സൈൻ ഏതാണ്? പ്ലസ്. 2 into 8 16 മൈനസ് 4 into 4 16. നെക്സ്റ്റ് കൊടുക്കേണ്ട സൈൻ ഏതാണ്? മൈനസ്. 4 into 12 48 minus 6 into 8 48. Then 4 minus 4 0. 12 minus 12 0. 16 minus 16 0. 48 minus 48 0. So നമുക്ക് ഡിറ്റർമിനന്റ് എത്രയാണ് വരുന്നത്? ഡിറ്റർമിനന്റ് വാല്യൂ വരുന്നത് 0 ആണ്. സെക്കൻഡ് ഓർഡർ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്ത് ആ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോഴും നമുക്ക് വരുന്നത് എത്രയാണ്? ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. ഈ കേസിൽ എന്തായിരിക്കും ഈ മാട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്? Therefore, rank of matrix A is 1. ഈ നെക്സ്റ്റ് ലോവസ്റ്റ് മാട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും വരിക? 1 ആയിരിക്കും. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട, അത് നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ആണ്.
നമ്മൾ ഓർഡർ 3 വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തു, ആ കേസിലും 0 ആണ്. ഓർഡർ 2 വെച്ചിട്ടും നമ്മൾ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു, ആ കേസിലും 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാട്രിക്സിൻ്റെ റാങ്ക് എത്രയായിട്ടാണ് എടുക്കേണ്ടത്? 1 ആണ്, 1 ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ദ റാങ്ക് ഓഫ് മാട്രിക്സ് എ ഈസ് 1. Next question is find rank of the matrix A and the elements are 1, 2, 3, 4, 6, 9 and 8, 4, 6. Students, here we have to find out the rank of matrix A. So അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിറ്റർമിനൻറ്റ് എ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? ഡിറ്റർമിനൻറ്റ് എ 0 ആണോ നോൺ 0 ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് മാട്രിക്സിൻ്റെ റാങ്ക് ഡിസൈഡ് ചെയ്യുക. സോ നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂ എത്ര വരും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 1. 1ന്റെ മൈനർ 6, 9, 4, 6. ദെൻ നെക്സ്റ്റ് കൊടുക്കേണ്ട സൈൻ ഏതാ? മൈനസ്. സെക്കൻഡ് എലമെന്റ് ഏതാണ്? 2. 2യുടെ മൈനർ ഏതാ വരിക? 4, 9, 8, 6. 2 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4, 9, 8, 6. ദെൻ നെക്സ്റ്റ് കൊടുക്കേണ്ട വാല്യൂ സൈന് പ്ലസ്. എപ്പോഴും ഓർക്കുക പ്ലസ് മൈനസ് പ്ലസ്. തേർഡ് എലമെന്റ് ഏതാണ്? 3. ദെൻ 3യുടെ മൈനർ ഏതാ വരിക? 4, 6, 8, 4. That is equals 1 into 6 into 6 36 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ എപ്പോഴും മൈനസ് സൈൻ ആണ് കൊടുക്കേണ്ടത്. 4 into 9 or 9 into 4 36 മൈനസ് 2 എടുത്ത് എഴുതാം. 4 into 6 24 മൈനസ് 9 into 8 72 പ്ലസ് 3 എടുത്ത് എഴുതാം. 4 into 4 16 മൈനസ് 6 into 8 48. That is equals 1 into 36 minus 36 എത്രയാ വരിക? 0. Then minus 2 into 24 minus 72 എത്രയാ വരിക? ഈ കേസിൽ 72 24 ആണ് ഡിഫറൻസ് സൈൻ ആണ്. 72 ആണ് ഹയസ്റ്റ് വാല്യൂ. ഹയസ്റ്റ് വാല്യൂ ആയ 72ൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ ആയ 24 മൈനസ് ചെയ്യാം. എന്നിട്ട് 72യുടെ സൈൻ കൊടുക്കുക. സോ 72 മൈനസ് 24 എത്രയാ വരിക? 48. ദെൻ 72യുടെ സൈൻ ഏതാണ്? മൈനസ്. ദെൻ തേർഡ് എലമെന്റ് പ്ലസ് 3. ദെൻ 16 മൈനസ് 48. ഈ കേസിലും ഡിഫറൻസ് സൈൻ ആണ്. സോ ഹയസ്റ്റ് വാല്യൂ ആയ 48ൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ ആയ 16 മൈനസ് ചെയ്യുക. ദെൻ 48ന്റെ സൈൻ കൊടുക്കുക. 48ന് 16 മൈനസ് ചെയ്താൽ എത്രയാണ്? 32. 48ന്റെ സൈൻ എത്രയാ? ഏതാണ്? മൈനസ്. സോ മൈനസ് 32. That is equals 1 into 0 0 minus 2 into minus 48. മൈനസ് ഇൻറ്റു മൈനസ് ആണ്. സോ ആൻസർ എന്തായാലും വരിക പ്ലസ് ആണ് അല്ലേ? പ്ലസ്. ഇനി 2 into 48 96. ദെൻ 3 into minus 32 എത്രയാ വരിക? 3 into 32 എത്രയാ? 96. പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. സോ മൈനസ് ആണ് വരിക. ദാറ്റ് ഈസ് 96 minus 96 0. So here determinant A equals 0 ആണ്. ഡിറ്റർമിനൻറ്റ് A 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻസ് കൺസ്ട്രക്ട് ചെയ്യാം. ആ ഡിറ്റർമിനൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ എന്തായാലും റാങ്ക് 3 അല്ല. താഴെ എഴുതുക. Therefore rank of
matrix A is not 3. ഈ 3 എങ്ങനെയാണ് വന്നതെന്ന് അറിയാലോ, മാട്രിക്സിൻ്റെ ഓർഡർ ആണ്. Students, here we have to construct all second order matrices of A. മാട്രിക്സ് എയുടെ എല്ലാ സെക്കൻഡ് ഓർഡർ മാട്രിക്സും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരിക. ഫസ്റ്റ് മാട്രിക്സ് ചെയ്തിരിക്കും 1 2 4 6, then 2 3 6 9, then 4 6 8 4, then 6 9 4 6. നമുക്ക് നോക്കാം. ഈ മാട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് ഞാനിവിടെ എടുത്ത് എഴുതുന്നത്. 1 2 4 6, then 2 3 6 9, then 4 6 8 4, and last one 6 9 4 6. നമുക്ക് ഇനി ഈ മാട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. That is equals 1 into 6 6, minus 2 into 4 8. എന്നൊന്നുകൂടെ പറയാണ്, ഈ കേസിൽ ഡിറ്റർമിനന്റ് ഓർഡർ 2 ആണ്. ഓർഡർ 2 ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല ഏതാണ്? AD മൈനസ് BC. ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ട സൈൻ ഏതാണ്? ഇവിടെ പ്ലസ് ആണ്, സോ മൈനസ്. എപ്പോഴും ഓർക്കുക, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് സൈനിലായിരിക്കും, ദെൻ നെക്സ്റ്റ് മൈനസ്. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് മൈനസ് ആയിരിക്കും. Then 2 into 9 18, minus 3 into 6 18. Then next കൊടുക്കേണ്ട സൈൻ ഏതാ? ഇവിടെ മൈനസ് ആണ്, സോ പ്ലസ്. 4 into 4 16, minus 6 into 8 48. Then next കൊടുക്കേണ്ട സൈൻ ഏതാണ്? പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. Minus 6 into 6 36, minus 9 into 4 36. എങ്ങനെ ചെയ്യട്ടോ? 9 into 4 or 4 into 9 ഏതെടുത്താലും സെയിം ആണ്. Then 6 minus 8 എത്രയാ വരിക? -2. ഹയസ്റ്റ് വാല്യൂ ആയ 8ൽ നിന്ന് 6 മൈനസ് ചെയ്യുക, 8ന്റെ സൈൻ കൊടുക്കുക. Then 18 minus 18 0, so minus 0. Then 16 minus 48 എത്രയാ വരിക? ഹയസ്റ്റ് വാല്യൂ ആയ 48ൽ നിന്ന് 16 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 32 ആണ് വരിക. 32ന് ഏത് സൈൻ കൊടുക്കേണ്ടത്? മൈനസ്, സോ മൈനസ് 32. Then 36 minus 36 0, that is equals -2 minus 32. എത്രയാ വരിക? 32 2 ആഡ് ചെയ്യുക, കോമൺ സൈൻ കൊടുക്കുക, 34. -34 ആണ് നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഈ കേസിൽ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ വന്നത് നോൺ സീറോ ആണ്, അല്ലെ? സീറോ അല്ല. ആണെങ്കിൽ ഈ മാട്രിക്സിന്റെ റാങ്ക് എത്രയാ വരിക? 2 ആയിരിക്കും. Then last conclusion കൊടുക്കുക. The determinant is not 0, hence the rank is 2. Students, that's all for today. See you in next class. Bye. Thank you all.